അപ്പം നമ്മൾ പോണ സ്ഥലം നമ്മളിന്ന് പോണ സ്ഥലം കേട്ടോ. വളത് കാണാം, പടം പഠിച്ചു വെച്ചേക്കാണ്. അപ്പം നമ്മളിന്ന് ഫ്രൈഡേ ആയിട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ പറഞ്ഞു അങ്ങനെ ആയിപ്പോയതാ. അപ്പം നമ്മൾ ഇന്ന് ഫ്രൈഡേ ആയിട്ട് നിമ്മിയും ബാസിനും അപ്പൂസും ഒക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരോട് പുറത്ത് പോയില്ല. അപ്പം ഇന്ന് ഫ്രൈഡേ ആയിട്ട് അവരുടെ ഒപ്പം ഒരു ലഞ്ച് കഴിക്കാനായിട്ട് ഫ്രൈഡേ ഔട്ടിംഗ്. ആദ്യം തന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ടാട്ടോ പോകുന്നത്. ആ സമയത്താണ് ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് തെലി റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ അങ്ങനെ അധികം വരലില്ല ഞങ്ങൾ. അപ്പോൾ പിള്ളേരെ കൊണ്ടോ ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നു. അവിടെ ചെന്നപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി സദ്യയാണ് കേട്ടോ. ബിരിയാണി സദ്യ ഞങ്ങൾ ഇതുവരെയായിട്ടും പരീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ അവർ ഇലയൊക്കെ കൊണ്ടുപോയിട്ടിട്ടോ. ഇലയിൽ ഊണ് കഴിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. പിന്നെ അതിൻ്റെ കൂടെ കുറേ സൈഡ് കറികൾ, സർലാസ്, ചമ്മന്തി, 2 തരം അച്ചാർ, പിന്നെ ഒരു ചിക്കൻ ഫ്രൈ, പപ്പടം, അങ്ങനെ കുറേ സാധനങ്ങൾ. ശരിക്കും നമ്മൾ കല്യാണത്തിന് പോയി കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീലില്ലേ, ആ ഒരു ഫീലാട്ടോ നമുക്ക് അവിടെ ചെന്നപ്പോൾ കിട്ടി. ഞങ്ങൾ പോയി അവിടെ നിന്ന് അപ്പോൾ ഒരു സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു കൂട്ടർ ഒഴിവായപ്പോഴാണ് നമ്മളവിടെ കയറിയിരുന്നത് കേട്ടോ. നമ്മൾ പോയിരുന്നതും പെട്ടെന്ന് തന്നെ അവർ ക്ലീൻ ചെയ്ത് ഇല കൊണ്ടുപോയിടുന്നു, സാധനങ്ങൾ വെക്കുന്നു, ഇതേ ബിരിയാണിയും കൊണ്ടുപോയി തന്നു. അങ്ങനെ പെട്ടെന്ന് നമുക്ക് തന്നുട്ടോ. ഇരുന്ന് ബോറടിപ്പിക്കുന്ന അങ്ങനെ ഒരു പരിപാടിയിൽ ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. നമുക്ക് നല്ലൊരു ഫീല് കിട്ടി, നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. പിന്നെ എക്സ്ട്രാ റൈസും നമുക്ക് തരുന്നുണ്ടായിരുന്നു. സാധാരണ തിന്നുന്ന ബിരിയാണീനേക്കാൾ കുറച്ച് ടേസ്റ്റ് കൂടുതലാണെങ്കിലുള്ളൂ കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ പായസം ഉണ്ടായിരുന്നു. മാളുവിന് വയറിഞ്ഞ തന്നെ മാളുവിൻ്റെ പായസം കൂടെ എനിക്കിട്ട് തന്നു കേട്ടോ. ഇത് രണ്ടും കൂടെ ഒരു കപ്പിലാക്കിയിട്ട് എനിക്ക് തന്നു. ഞാൻ പിന്നെ പായസം കണ്ടു കഴിഞ്ഞാൽ എത്ര വയറിഞ്ഞാലും ഞാൻ കുടിക്കും കേട്ടോ. എനിക്കിഷ്ടമാണ് പായസം. അങ്ങനെ അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. നമ്മൾ നെസ്റ്റോയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് എന്തോ ഓഫറൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ വെളിച്ചെണ്ണ മേടിക്കാനുണ്ടായിരുന്നു. വെളിച്ചെണ്ണയ്ക്കും ഇന്ന് ഓഫറുണ്ട്. അപ്പോൾ ഇന്ന് നെസ്റ്റോയിലാണ് കൂടുതൽ ഓഫർ. അന്നേരം നമ്മൾ നെസ്റ്റോയിലേക്ക് പോകുന്നു കേട്ടോ. അതേ അപ്പൂസിനെ ഇങ്ങനത്തെ ഒരു ട്രോളി എടുത്ത് അതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പൂസ് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഒരാൾ ഉന്തിക്കൊണ്ട് നടന്നാൽ മതി. അങ്ങനെ അപ്പൂസിനെ ഞങ്ങൾ കയറ്റി വണ്ടിയെല്ലാം ആദ്യം തന്നെ ഇരുത്തി. ഇന്ന് വലിയ തിരക്കില്ലാത്ത സമയത്ത്, ഈ ഉച്ച സമയം എന്ന് പറയുമ്പോൾ നെസ്റ്റോയിൽ തിരക്ക് കുറവായിരിക്കും കേട്ടോ. നെസ്റ്റോയിലും ലുലുവിലും ഒക്കെ ഈ സമയത്ത് തിരക്ക് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ബില്ലിങ്ങിലൊക്കെ വലിയ ക്യൂ നിൽക്കേണ്ട വരില്ല. അപ്പോൾ അതേ ചെന്നപ്പോൾ തന്നെ ഓഫറിലുള്ള സാധനം കൈക്കലാക്കി കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ വിളക്ക് കത്തിക്കാനും നമ്മുടെ മുടിയിൽ തേക്കാനും കുക്കിങ്ങിനും ഒക്കെ വേണം. അപ്പോൾ വെളിച്ചെണ്ണ 4 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പച്ചക്കറി സെക്ഷനിലേക്ക് വന്നു. പച്ചക്കറി സെക്ഷനിൽ വന്ന ആദ്യം ഈ സംഭവമാണ് കേട്ടോ എടുത്തത്. ഇവിടെ കുറച്ച് നാളായുള്ളൂ ഞങ്ങൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ബ്രോക്കോളി എങ്ങനെയായിരുന്നു ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്നറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കി ഒരു ദിവസം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് അച്ഛനും മോക്കൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ ഇപ്പം എല്ലാ പർച്ചേസിങ്ങിലും ഒരെണ്ണം എടുക്കാറുണ്ട് കേട്ടോ. അപ്പൂസ് വിചാരിച്ച് ഇതിപ്പോൾ എന്താ തിന്നിട്ട് സാധനമെന്ന് വിചാരിച്ച് കഴിക്കാൻ വന്നിട്ട് അപ്പൂസ് ബേക്കറി ഐറ്റത്തിൻ്റെ അവിടെ നിന്ന് വന്നപ്പോൾ ഒരു ജിലേബി മേടിച്ചേ. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് എടുക്കാനുണ്ട്, പച്ചക്കറി എടുക്കാനുണ്ട്. പച്ചക്കറി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി ഇങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. നമുക്ക് നോക്കി പതിയെ എടുക്കാം. തിരക്കില്ലാത്ത സമയമാണെങ്കിൽ അത് നമുക്ക് തിരഞ്ഞ് സാവധാനമൊക്കെ എടുക്കാം കേട്ടോ. നമ്മൾ ഈ പച്ചക്കറി എടുത്തു കഴിയുമ്പോൾ ആ സെക്ഷനിൽ തന്നെ ബില്ലൊക്കെ അടിച്ച് പോകണം കേട്ടോ. സ്റ്റിക്കറായിട്ട് ബില്ലടിച്ച് തരും. അപ്പം അങ്ങനെ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചരി ഉഴുന്നും തീർന്നിരിക്കുമായിരുന്നു, അതും കൂടെ എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ സെക്ഷനും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞു. കുറേ നേരമായിട്ട് ഇതിനകത്ത് കറങ്ങാൻ തുടങ്ങിയിട്ട്. പിന്നെ നമുക്ക് വേറെ ഇന്ന് അത്യാവശ്യമൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ ഇതൊക്കെ എടുത്ത് നടന്നു. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ കുറേ കറങ്ങിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെറുതെ ഇങ്ങനെ കറങ്ങി വണ്ടിയിലിരുന്ന് തന്നെ. അതിന് ശേഷം ഒരു 4 മണി ആയപ്പോഴത്തേനും നമ്മുടെ ചായ കുടി ടൈം ആയല്ലോ. അപ്പോൾ അതേ നമ്മൾ നേരെ ഫുഡ് ബുക്കിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ കുറേ കടികളുണ്ടാവും കേട്ടോ. അങ്ങനെ കടികളൊക്കെ മേടിച്ച് ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ചായയുടെ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ചായ കുടി ഒരു വീക്ക്നെസ്സാണ്. അങ്ങനെ ചായയും കടിയൊക്കെ മേടിച്ച് കഴിച്ചു. ഈ ഹോട്ടൽ നല്ല രസമായിട്ട് ഇരിക്കാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹോട്ടലാണ്. ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ രാവിലെ വന്ന് ചായ കുടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും നല്ല ഉന്നക്കായൊക്കെ മേടിച്ചിട്ട് ഞാനും ഉന്നക്കായ മേടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ സാധനം, നല്ല ടേസ്റ്റി ആയിട്ട് ഇവിടുത്തെ ഉന്നക്കായ. മാളു ബ്രെഡിൻ്റെ ഒരു സംഭവമാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ ഒരു പപ്സ് മേടിച്ചിട്ടുണ്ട്. അനീഷേട്ടൻ കട്ട്ലേറ്റ് മേടിച്ചു. അങ്ങനെ ഞങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ ഇറങ്ങി. പിന്നെ നേരെ വീട്ടിലേക്കാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഒരു ഹാപ്പി ഡേയ്സ് ആയിരുന്നു. അപ്പോൾ ഇനി വീട്ടിൽ പോകണം.
അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി സാധനങ്ങളൊക്കെ പറക്കി വെക്കണം. ഈ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് ഇതൊക്കെ അതാത് സ്ഥലത്ത് എടുത്ത് വെക്കൽ എൻ്റെ ഒരു പണിയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാകും. പിന്നെ ഈ ഫ്രിഡ്ജിലൊക്കെ വെക്കാനുള്ള സാധനങ്ങൾ തേങ്ങയൊക്കെ പെട്ടെന്ന് ചീത്തയാവും. അതുകൊണ്ട് തന്നെ വന്ന ഉടനെ അതെല്ലാം പറക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത്. പേരയ്ക്കോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ കറക്കം ഇവിടെ തീരുകയാണ് കേട്ടോ. ഷോപ്പിംഗ് നടന്ന് നമ്മുടെ ലഞ്ച് കഴിക്കലും ചായ കുടിക്കലും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം മൊത്തം നമ്മൾ അവരുടെ കൂടെയായിരുന്നു കേട്ടോ. അവർ നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഇന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് അവരുടെ കൂടെ ഒന്ന് പുറത്തൊക്കെ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.